കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടു, അതായത് ലളിതയോടും ലാവണ്യയോടും ഭവാനി പച്ചക്കറി അരിയാൻ പറയുന്നു. അവരാ പച്ചക്കറി കൊണ്ട് എറിഞ്ഞു കളിച്ച് ആ വീട് മുഴുവൻ ഒരു പരുവമാക്കുന്നു. ഇത് കണ്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ എന്റെ ഈ മരുമക്കളെ നോക്കുന്നത് എന്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്ന് ഓർത്ത് അനിയനെ വിളിച്ച് അവരെ തിരിച്ചയക്കാൻ പറയാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ വാക്കിങ്ങിന് പോയ ഹർഷവർദ്ധൻ അങ്ങോട്ട് വരുന്നു. ലളിതയും ലാവണ്യയും വെള്ളമടിക്കുന്നതിന്റെ റൗണ്ട് എന്ന് പറഞ്ഞ് ഹർഷവർദ്ധനെ വട്ടം കറക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ഈ ഭാഗത്തിൽ നമുക്ക് കാണാം. ഹർഷവർദ്ധന് ഓഫീസിൽ പോകാൻ ടിഫിൻ റെഡിയാക്കി കൊടുക്കുന്നു. ഹർഷവർദ്ധൻ അതുമെടുത്ത് ഓഫീസിൽ പോകുന്നു. മരുമക്കൾ രണ്ടുപേരും തയ്യാറായി TV കാണാമെന്ന് കരുതി സോഫയിലിരിക്കുന്നു. എന്നാൽ രണ്ടുപേരും ഇരുന്നിടത്തു നിന്ന് അനങ്ങാതെ TV നീ ഓൺ ചെയ്യ്, അല്ല നീ തന്നെ ഓൺ ചെയ്യണം എന്ന് പറഞ്ഞ് അനങ്ങാതെ ഇരിക്കുന്നു. ലളി, നീ TV വെക്കുന്നുണ്ടോ ഇല്ലയോ? നീ എന്താ എന്നെ പേടിപ്പിക്കുവാണോ? അല്ല ലളി, പ്ലീസ് ഒന്ന് പോയി TV ഓൺ ചെയ്യുമോ? നീ എന്ത് പറഞ്ഞാലും ഞാൻ TV വെക്കില്ല. എന്റെ കാല് പിടിച്ചാലും ശരി, ഞാൻ വെക്കില്ല. ഓർമ്മയിരിക്കട്ടെ, വെക്കില്ലെങ്കിൽ വെക്കണ്ട. അല്ല, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കാലിൽ വീണാലും ശരിയെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്റെ കാൽ കീഴിലാണ്, അതുകൊണ്ട് നിനക്കൊന്നും മനസ്സിലാകില്ല. നീ വിവരമില്ലാത്തവളെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ലാവണ്യയ്ക്ക് ലളിതയുടെ സംസാരം കേട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവൾ കയ്യിലിരുന്ന റിമോട്ട് താഴേക്ക് ഒറ്റയേറെറിയുന്നു. ഇത് കണ്ട് ലളിത ഇങ്ങനെ പറയുന്നു, നിനക്ക് മാത്രമാണോ ദേഷ്യം? എനിക്കുമുണ്ട് ദേഷ്യം. നീ റിമോട്ട് എറിഞ്ഞല്ലേ? ഞാനിപ്പോൾ കാണിക്കാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇങ്ങനെ പറഞ്ഞ് ലാവണ്യ TVയുടെ അടുത്ത് പോയി സൺ ഡയറക്റ്റിന്റെ റിമോട്ട് എടുത്ത് ശക്തിയിൽ എറിയുന്നു. ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നേൽ നമുക്കിപ്പോൾ സുഖമായി TV കാണായിരുന്നില്ലേ? റിമോട്ടും തകരില്ലായിരുന്നു. ഇനിയിപ്പോൾ അമ്മായിയോട് എന്ത് പറയും? എല്ലാം നീ കാരണമാണ് സംഭവിച്ചത്. അപ്പോൾ തന്നെ അത് ഓൺ ചെയ്തിരുന്നേൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. ഞാൻ നീ ചെയ്തതാണെന്നേ പറയൂ. ഞാൻ അമ്മായിയോട് നീയാണെന്ന് പറയും, അത് ഉറപ്പാ. അപ്പോൾ ലാവണ്യ സോഫയിലിരിക്കുന്ന പില്ലോ എടുത്ത് വലിച്ചെറിയും. അത് കണ്ട് ലളിത അടുത്ത പില്ലോ എടുത്ത് അതിലും ശക്തിയിൽ എറിയുന്നു. ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ലാവണ്യയ്ക്ക് ഡൈനിങ് ടേബിളിലിരിക്കുന്ന കുപ്പി ഗ്ലാസ് കാണുന്നു. സോഫയുടെ അടുത്ത് നിന്ന് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വന്ന് ആ ഗ്ലാസ് എടുത്ത് ശക്തിയിൽ നിലത്തേക്ക് എറിയുന്നു. ഓഹോ, നിനക്ക് മാത്രമാണോ എറിയാൻ പറ്റുന്നത്? എനിക്കും പറ്റും. ഇങ്ങനെ പറഞ്ഞ് ഡൈനിങ് ടേബിളിന്റെ അവിടെ നിന്ന് വേറെ ഒരു കുപ്പി ഗ്ലാസ് കയ്യിലെടുക്കുന്നു. എന്നിട്ട് നിലത്തേക്ക് വലിച്ചെറിയുന്നു. ഇങ്ങനെ ദേഷ്യത്തിൽ രണ്ടു മരുമക്കളും ഡൈനിങ് ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും എറിഞ്ഞ് നശിപ്പിക്കുന്നു. ഏകദേശം ആ വീട്ടിലെ എല്ലാം നശിച്ചപ്പോൾ അവരാകെ ക്ഷീണിച്ചു പോകുന്നു. അപ്പോഴാണ് ഭവാനി കുളിയെല്ലാം കഴിഞ്ഞു വരുന്നത്. വീടിന്റെ അവസ്ഥ കണ്ട് അവളാകെ ഞെട്ടിപ്പോകുന്നു. അപ്പോൾ തന്നെ അവൾ മരുമക്കളെ നോക്കുന്നു. എല്ലാം അടിച്ച് നശിപ്പിച്ച് ക്ഷീണിച്ചു കാണുമല്ലോ. ഞാൻ പോയി വെള്ളം കൊണ്ടുവരട്ടെ? ഇത് കേട്ട് രണ്ടാളും ഭവാനിയുടെ നേരെ നോക്കുന്നു. എന്താ പറയാ എന്നാലോചിച്ച് തല കുനിക്കുന്നു. രണ്ടാളും ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കുന്നു. നിങ്ങളിങ്ങനെ തകർത്തിട്ടിരിക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. ഇതിന്റെ എല്ലാം ബിൽ നിങ്ങളുടെ അച്ഛനോട് വിളിച്ചു പറയാം. അതും കൊണ്ട് അവൻ വരുമ്പോൾ നിങ്ങളെ അവന്റെ കൂടെ വിടാം. അമ്മായി, അങ്ങനെ ചെയ്യല്ലേ. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാണാനുണ്ട്. ശരി, എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും. ശിക്ഷ എന്ന് കേട്ടപ്പോഴേക്കും ചേച്ചിയും അനിയത്തിയും പേടിച്ചു പോകുന്നു. എന്തായിരിക്കും ശിക്ഷ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ആലോചിച്ചിട്ടും അവരുടെ കുഞ്ഞി തലച്ചോറിന് എന്തായിരിക്കും ശിക്ഷ എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതെന്തായിരിക്കുമെന്ന് അറിയുന്നതുവരെ അവരുടെ മനസ്സാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അമ്മായി, എന്താണ് ആ ശിക്ഷ? ഞാൻ പണിഷ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചു കാണുമല്ലോ. നിങ്ങളെന്താ ആലോചിച്ചതെന്ന് ആദ്യം പറ, എന്നിട്ട് നമുക്ക് നോക്കാം. വെയിലത്ത് നിർത്തുന്നത്, ഭിത്തി കസേരയാക്കുന്നത്, കയ്യിൽ അടിക്കുന്നത്, ഒരാൾ മറ്റേയാളുടെ കവിളത്തടിക്കുന്നത്, 100 തവണ ഏത്തമിടുന്നത്, വയറിൽ വെയിറ്റുള്ളത് കെട്ടി സ്കൂൾ ഗ്രൗണ്ടിൽ 20 പ്രാവശ്യം ചുറ്റുന്നത്. ഓ, അപ്പോൾ ഇത്രയൊക്കെ ശിക്ഷ നിങ്ങൾക്ക് തരാൻ പറ്റുമല്ലേ? ശരിക്കും കുസൃതി മരുമക്കളാണ് നിങ്ങൾ. അത് കേട്ട് രണ്ടുപേരും ഞെട്ടിപ്പോകുന്നു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. ഇതെല്ലാം മനസ്സിൽ ഞാൻ ഓർത്തു വെക്കുന്നുണ്ട്. രണ്ടുപേരും അടുത്ത പ്രാവശ്യം പറഞ്ഞതനുസരിക്കാതെ
ഒരു ഭാഗത്തിരിക്കാതെ നടന്നാൽ ഒന്നിനു പുറകെ ഒന്നായി ഈ ശിക്ഷകൾ ഞാൻ തരും. ഇനി ഞാൻ നോക്കട്ടെ നിങ്ങളെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരാമെന്ന്. ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരാതെ വഴിക്ക് വാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഞങ്ങൾ ഏത് വഴിക്കാണ് വരേണ്ടത്? ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അപ്പോഴല്ലേ അറിയുള്ളൂ. നിങ്ങളുടെ കളി കൂടുന്നുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ ശിക്ഷ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വാ നടക്ക്. ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരെയും കൂട്ടി ഭവാനി ബിൽഡിങ്ങിന് മുകളിലേക്ക് പോകുന്നു. അവിടെ ഒരുപാട് പൂക്കൾ കാണുന്നു. അവർ രണ്ടുപേരും അത് നോക്കി നിൽക്കുന്നു. ഈ പൂക്കൾ വളരെ ഭംഗിയുള്ളതാണല്ലോ. ഇത് നമ്മുടെയാണോ? അല്ല, ഇത് അയൽപ്പക്കത്തുള്ളവരുടെയാണ്. നിങ്ങൾക്ക് ശരിക്കും വട്ടാണ്. നമ്മുടെ സ്ഥലത്ത് നമ്മുടെയല്ലേ വയ്ക്കുക? എന്തിനാ അയൽപ്പക്കത്തുള്ളവരുടെ വെക്കുന്നത്? ഇത് കേട്ട് ലാവണ്യയ്ക്കും ഭവാനിക്കും ചിരി വരുന്നു. ഭവാനി വീണ്ടും ദേഷ്യഭാവത്തിൽ അവരോട് ഇങ്ങനെ പറയുന്നു. നോക്ക്, ഇത് നമ്മുടെയാണ്. താഴെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഈ ചെടികൾക്ക് വെള്ളമൊഴിക്കണം. അതാണ് ശിക്ഷ. ഓ, ഇത്രയുള്ളൂ? ഇത് ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്യും. വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ ചെടിയുടെ മുകളിലൂടെ ഒഴിക്കുന്നതല്ല, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഞാനൊന്ന് പുറത്തു പോകുക. വരുമ്പോഴേക്കും ചെടിയെല്ലാം നനച്ചു കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് ഭവാനി അവിടെ നിന്ന് പോകുന്നു. വേറെ ഒരു വഴിയുമില്ലാതെ ലളിതയും ലാവണ്യയും താഴെ കിണറിനടുത്ത് വന്ന് ബക്കറ്റിൽ വെള്ളം നിറച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ പണിയെടുക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണിത്. നമ്മുടെ ബുദ്ധി ശരിയാക്കേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് രണ്ടാളും വീണ്ടും ബക്കറ്റിൽ വെള്ളം നിറച്ച് കൊണ്ടുവരുന്നു. എല്ലാ പൂക്കളിലും വെള്ളം നനയ്ക്കുന്നു. എല്ലാ വെള്ളവും ചെടിയുടെ തണ്ടിലൂടെ ഇറങ്ങി അടിയിലെത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നന്നായി നനഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിവാക്കിയാലോ? എന്താണീ പറയുന്നത്? അമ്മായി എന്ത് പറഞ്ഞിട്ടാ പോയതെന്ന് ഓർമ്മയുണ്ടോ? ഓർത്തു നോക്കിക്കേ. വെള്ളം മുകളിലല്ല, ഉള്ളിലെത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കെങ്ങനെ അറിയാൻ പറ്റും അത് വേര് വരെ എത്തിയോ എന്ന്? ഓരോ ചെടിയും എടുത്തു നോക്കിയാൽ അറിയാലോ വേര് വരെ എത്തിയോ എന്ന്. ഇങ്ങനെ പറഞ്ഞ് രണ്ടാളും ഒട്ടും വൈകാതെ ഒരു ചെടിയെടുത്ത് പൊക്കി നോക്കുന്നു. അതിന്റെ വേരിൽ വെള്ളം എത്തിയിട്ടില്ല എന്ന് കണ്ട് ആ ചെടി ബക്കറ്റിലെ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്നു. ഇങ്ങനെ അവർ രണ്ടാളും ഓരോ ചെടിയും എടുത്ത് വേര് വരെ നനവെത്തിയോ എന്ന് നോക്കുന്നു. എന്നിട്ട് ബക്കറ്റിൽ മുക്കി ഒരു ഭാഗത്ത് വെക്കുന്നു. ലളി, ഇത് കണ്ട് അമ്മായി സന്തോഷമാകും. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരും. അതേ ലാവണ്യ, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതെല്ലാം നനച്ചില്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് പറ്റില്ല ലളി. നമ്മൾ പോയാൽ ഈ നനവെല്ലാം ഉണങ്ങിയാലോ? ഇത് നനച്ചുകൊണ്ടിരിക്കണം. നീ താഴെ പോയി കുറച്ച് വെള്ളം ബക്കറ്റിൽ നിറക്കി. ഞാനിത് നനച്ചോണ്ടിരിക്കാം. അയ്യടാ, ഞാൻ താഴെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി ബക്കറ്റിൽ വെള്ളം എടുത്തു വരും. നീ അവിടെ നിന്ന് അനങ്ങാതെ ഇത് വെള്ളം നനച്ചോണ്ടിരിക്കേ? സമ്മതിക്കില്ല ഞാൻ. ഇതും പറഞ്ഞ് അവർ രണ്ടും അടികൂടാൻ തുടങ്ങുന്നു. ഈ സമയം ഒരു താടിക്കാരൻ ഈ കുസൃതികളായ മരുമക്കളുടെ ഫോട്ടോ കൊണ്ട് അലഞ്ഞു നടക്കുന്നു. ഇതിനുശേഷം എന്തുണ്ടായി എന്ന് കുസൃതിയുള്ള മരുമക്കൾ ഭാഗം 4 കാണാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.